Welcome to Chemical Bonding and Molecular Structure. Section 2 Covalent Bond. ഈ ടോപ്പിക്കിലെ നാലാമത്തെ ക്ലാസ് ആണിത്. ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ ഫോർമൽ ചാർജ് ഓൺ ആൻ ആറ്റം? ഒരു ആറ്റത്തിൻ്റെ മേലെയുള്ള ഫോർമൽ ചാർജ് എങ്ങനെ കണക്കാക്കും? ഫോർമൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ കിട്ടണം. ലൂയിസ് സ്ട്രക്ചർ വരച്ചാൽ മാത്രമേ ഫോർമൽ ചാർജ് കണക്കാക്കാൻ പറ്റൂ. ലൂയിസ് സ്ട്രക്ചർ വരച്ച് എങ്ങനെ ഫോർമൽ ചാർജ് കണക്കാക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഈ ഇക്വേഷൻ നോക്കൂ. ഫോർമൽ ചാർജ് ഓൺ ആൻ ആറ്റം. എങ്ങനെയാണ് ഫോർമൽ ചാർജ് കണക്കാക്കുന്നത്? ഫോർമൽ ചാർജ് സമം ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കുക. ഒരാറ്റത്തിൻ്റെ വാലൻസി ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കണം. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് മൈനസ് ടോട്ടൽ ലോൺ പെയർ ഇലക്ട്രോൺസ്, അതായത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസിൻ്റെ എണ്ണം മൈനസ് ചെയ്യണം, കുറയ്ക്കണം. ഇനി എന്താണ് മൈനസ് ചെയ്യേണ്ടത്? മൈനസ് ഹാഫ് ഇൻറ്റു ടോട്ടൽ ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. ആ ആറ്റം ഉണ്ടാക്കുന്ന ബോണ്ടുകളുടെ എണ്ണം നോക്കുക. അതായത് ബോണ്ട് പെയർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണക്കാക്കുക. അതിൻ്റെ ഹാഫ്. ബോണ്ട് പെയർ ഇലക്ട്രോൺസിൻ്റെ ഹാഫ് മൈനസ് ചെയ്യണം. അപ്പം ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസിൽ നിന്നും ടോട്ടൽ ലോൺ പെയർ ഇലക്ട്രോൺസ് മൈനസ് ചെയ്യണം. കൂടാതെ ടോട്ടൽ ബോണ്ട് പെയർ ഇലക്ട്രോൺസിൻ്റെ ഹാഫും മൈനസ് ചെയ്യണം. ബാക്കി കിട്ടുന്നതാണ് നമ്മുടെ ഫോർമൽ ചാർജ്. ഇപ്പോൾ ഫോർമൽ ചാർജ് കണക്കാക്കാനുള്ള ഇക്വേഷനാണത്. ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺസ് മൈനസ് ടോട്ടൽ ലോൺ പെയർ ഇലക്ട്രോൺസ് മൈനസ് ഹാഫ് ഇൻറ്റു ടോട്ടൽ ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. എവിടുന്നാണ് ഫോർമൽ ചാർജ് കണക്കാക്കുന്നത്? ഫ്രം ലൂയിസ് സ്ട്രക്ചർ. വി ക്യാൻ കാൽക്കുലേറ്റ് ഫോർമൽ ചാർജ് ഫ്രം ലൂയിസ് സ്ട്രക്ചർ. ഒരു നോട്ട് ശ്രദ്ധിക്കൂ. Lowest energy structure has smallest formal charge on the atom. ആറ്റത്തിൻ്റെ മേലെയുള്ള ചാർജ് ചെറുതാണെങ്കിൽ, ചെറിയ വാല്യൂ ആണെങ്കിൽ അത് ലോവസ്റ്റ് എനർജി സ്ട്രക്ചറാണ്. എന്താണ് ലോവസ്റ്റ് എനർജി സ്ട്രക്ചറിൻ്റെ പ്രത്യേകത? എനർജി കുറവാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും, അതായത് റിയാക്ടിവിറ്റി കുറയും. സോ ഫോർമൽ ചാർജ് ഈസ് റിലേറ്റഡ് ടു ദ റിയാക്ടിവിറ്റി ഓഫ് മോളിക്യൂൾ. ആറ്റത്തിൻ്റെ മേലെയുള്ള ചാർജ് കണ്ടെത്തിയാൽ റിയാക്ടിവിറ്റിയെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാം. ആറ്റം എത്ര ചാർജാണ് ആ ആറ്റത്തിനുള്ളത് എന്ന് നോക്കിയാൽ ആ മോളിക്യൂളിൻ്റെ റിയാക്ടിവിറ്റിയെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ ഫോർമൽ ചാർജ് കുറവാണെങ്കിൽ എനർജി കുറവായിരിക്കും, ലോവസ്റ്റ് എനർജി സ്ട്രക്ചർ ആയിരിക്കും. ഒരു പോയിന്റ് കൂടെ നോക്കാം. ഫോർമൽ ചാർജ് ഹെൽപ്സ് ടു സെലക്ട് lowest energy structure from a number of Lewis structures. ഒരുപാട് ലൂയിസ് സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. എല്ലാ ആറ്റത്തിൻ്റെ മേലെയും ഉള്ള ഫോർമൽ ചാർജ് നമ്മൾ കണക്കാക്കി. ഫോർമൽ ചാർജ് കുറവുള്ള സ്ട്രക്ചർ ആയിരിക്കും ലോവസ്റ്റ് എനർജി സ്ട്രക്ചർ. ഫോർമൽ ചാർജ് കുറവുള്ള സ്ട്രക്ചറാണ് ലോവസ്റ്റ് എനർജി സ്ട്രക്ചർ. ഇപ്പോൾ ഒരു മോളിക്യൂളിന് പല ലൂയിസ് സ്ട്രക്ചറും ഒരു കുട്ടി വരച്ചു എന്ന് കരുതുക. ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയായിരിക്കും. ഇപ്പം ശരിയായിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെ കണ്ടെത്താം? ഫോർമൽ ചാർജ് കുറവുള്ള സ്ട്രക്ചറാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഫോർമൽ ചാർജ് കുറവുള്ള സ്ട്രക്ചർ ആയിരിക്കും ലോവസ്റ്റ് എനർജി സ്ട്രക്ചർ. അതാണ് ഈ ഫോർമൽ ചാർജിൻ്റെ പ്രാധാന്യം. മോളിക്യൂളിൻ്റെ റിയാക്ടിവിറ്റിയുമായിട്ട് ഫോർമൽ ചാർജിന് ബന്ധമുണ്ട്. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ വിശദമാക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് the formal charge on oxygen atoms in ozone molecule.
ഓസോൺ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ O3 ആണ്. O3 3 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. നോക്കൂ, ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ നമുക്കറിയാം. 3 ഓക്സിജൻ ആറ്റങ്ങൾ. ഒന്ന് ഇവിടെയാണ് ഒന്നാമത്തെ ഓക്സിജൻ ആറ്റം. നമ്പർ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഇതാണ് 1 കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ഓക്സിജൻ ആറ്റം, ഇത് മൂന്നാമത്തെ ഓക്സിജൻ ആറ്റം. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ടാണ്. അതൊരു കോർഡിനേറ്റ് ബോണ്ടാണ്. അതെന്താണെന്ന് പിന്നീട് വിശദീകരിക്കാം. തൽക്കാലം കോവാലന്റ് ബോണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ടാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. ഏതായാലും O3യുടെ ലൂയിസ് സ്ട്രക്ചർ ഇതാണ്. O3 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ലൂയിസ് സ്ട്രക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫോർമൽ ചാർജ് കണക്കാക്കാം. ഈ സ്ട്രക്ചർ വരച്ച് കാണുമ്പോൾ ഓക്സിജൻ്റെ മേലെ ചാർജ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? ഒരു ഓക്സിജൻ്റെ മേലെയും ഇപ്പോൾ ചാർജ് കാണിച്ചിട്ടില്ല. നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. ഓരോ ആറ്റത്തിൻ്റെ മേലെയുള്ള ചാർജ് നമ്മൾ പ്രത്യേകമായി കണ്ടെത്തുകയാണ്. അങ്ങനെ ചാർജ് ഉണ്ടെങ്കിൽ മോളിക്യൂൾ റിയാക്റ്റീവായി മാറും. അതാണ് പ്രത്യേകത. അപ്പോൾ സാധാരണ ഒരു ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ മോളിക്യൂൾ റിയാക്റ്റീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഫോർമൽ ചാർജ് കണക്കാക്കിയാൽ മോളിക്യൂളിൻ്റെ റിയാക്ടിവിറ്റിയെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയും. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഓക്സിജൻ ആറ്റം നോക്കൂ. FC എന്ന് പറഞ്ഞാൽ ഫോർമൽ ചാർജാണ്. ഫോർമൽ ചാർജ് ഓൺ ഓക്സിജൻ ആറ്റം 1. എങ്ങനെയാണ്? ഓക്സിജൻ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? നമുക്കറിയാം 6 ആണ്. 16ാം ഗ്രൂപ്പിലെ മൂലകമാണ് ഓക്സിജൻ, 16th ഗ്രൂപ്പ്. വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6 ആണ്. ഒരു സംശയമില്ല. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ? 2 എണ്ണം. ഇപ്പം ലോൺ പെയർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? പെയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്, അല്ലേ? ഇപ്പം ലോൺ പെയർ ഇലക്ട്രോൺസ് എത്രയാണ്? 2. ഓക്കെ, നമ്മുടെ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. ബാലൻസ് ഇലക്ട്രോൺസ് മൈനസ് ലോൺ പെയർ ഇലക്ട്രോൺസ് മൈനസ് ഹാഫ് ഇൻറ്റു ബോണ്ട് പെയർ എത്ര എണ്ണം ഉണ്ട് നോക്കാം. നോക്കൂ, എത്ര വരെയുണ്ട് ഇവിടെ? 1, 2, 3. 3 ബോണ്ടാണ് ഈ ഒന്നാമത്തെ ഓക്സിജൻ ആറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ 3 × 2 6 ഇലക്ട്രോൺസ്. ഇപ്പം ഹാഫ് ഇൻറ്റു 6. ഇത് ചെയ്തു നോക്കൂ, ആൻസർ കിട്ടുന്ന എത്രയായിരിക്കും? 6 - 2 - 3. ഇപ്പം ആൻസർ വരുന്നത് 1 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓക്സിജൻ്റെ മേലെയുള്ള ചാർജ് പോസിറ്റീവ് 1 ആണ്. ഉണ്ടോ? ഇതുവരെ നമുക്കങ്ങനെ മനസ്സിലായിരുന്നില്ല. ഈ 3 ഓക്സിജൻ ആറ്റവും ഒരേപോലെയാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അല്ല, ഒന്നാമത്തെ ഓക്സിജൻ ആറ്റത്തിൻ്റെ മേലെയുള്ള ചാർജ് +1 ആണ്. നമ്മൾ ഇങ്ങനെ ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ഓക്സിജൻ്റെ മേലെയുള്ള ഫോർമൽ ചാർജ് നോക്കാം. ഫോർമൽ ചാർജ് ഓൺ ദി ഓക്സിജൻ 2 ആറ്റം. ഇതാണ് ഓക്സിജൻ 2, രണ്ടാമത്തെ ഓക്സിജൻ. ബാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6. അതാരും പറഞ്ഞു തരേണ്ടത് നമുക്കറിയാം. ഓക്സിജൻ്റെ ബാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6 ആണ്. ലോൺ പെയർ എത്ര എണ്ണമുണ്ട്? 2, 4. കണ്ടോ, 4 കുത്ത് കാണാനുണ്ട്. 2 ജോഡി, അതായത് 4 ഇലക്ട്രോൺ. 6 - 2. ഇത് 2 ബോണ്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? 2 വര കണ്ടില്ലേ? 2 കോവാലന്റ് ബോണ്ട്. അപ്പം 4 ഇലക്ട്രോൺ, അതിൻ്റെ പകുതി ഹാഫ് × 4. അപ്പം ആൻസർ വരുന്നത് എത്രയാണ്? 0. അപ്പം രണ്ടാമത്തെ ഓക്സിജൻ്റെ മേലെ ചാർജ് ഇല്ല, 0 ആണ്. കണ്ടോ, 0 ആണ്. ഒന്നാമത്തെ ഓക്സിജൻ +1 ആണ്. ഈ രണ്ടാമത്തെ ഓക്സിജൻ എന്താണ്? ചാർജ് 0 ആണ്. മൂന്നാമത്തെ ഓക്സിജൻ ആറ്റത്തിൻ്റെ കാര്യം നോക്കൂ. ഇതാണ് മൂന്നാമത്തെ ഓക്സിജൻ ആറ്റം. ബാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6 ആണ്. ലോൺ പെയറിൻ്റെ എണ്ണം നോക്കൂ, 2, 4, 6. ഉണ്ടോ? 6 എണ്ണമുണ്ട്. 6 എണ്ണം. ഇനി ഒരു വര, അല്ലേ? ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോൺ, ഹാഫ് × 2. അപ്പം ആൻസർ വരുന്നത് -1. അതുകൊണ്ട് മൂന്നാമത്തെ ഓക്സിജൻ്റെ മേലെയുള്ള ചാർജ് എത്രയാണ്? -1. ഇപ്പോഴാണ് കാര്യം വ്യക്തമായത്. 3 ഓക്സിജൻ ആറ്റങ്ങളും ഒരുപോലെയാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഒരുപോലെയല്ല. ഒരു ഓക്സിജൻ്റെ ചാർജ് +1 ആണ്, മറ്റൊരു ഓക്സിജൻ്റെ ചാർജ് 0 ആണ്, വേറൊരു ഓക്സിജൻ ആറ്റത്തിൻ്റെ ചാർജ് -1 ആണ്. ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ മോളിക്യൂൾ റിയാക്റ്റീവായിട്ട് മാറും. ഇപ്പോൾ ഫോർമൽ ചാർജ് കണ്ടുപിടിച്ചാൽ മോളിക്യൂളിൻ്റെ റിയാക്ടിവിറ്റിയെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാം. ഫോർമൽ ചാർജ് കുറവാണെങ്കിൽ ലോവസ്റ്റ് എനർജി സ്ട്രക്ചർ ആയിരിക്കും. എല്ലാ ആറ്റങ്ങൾക്കും ചാർജ് 0 ആണെങ്കിൽ അത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾ ആയിരിക്കും. ഓസോൺ അത്ര സ്റ്റേബിൾ അല്ല, കാരണം +1 - 1 ചാർജ് സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് O3 റിയാക്റ്റീവ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ ഇങ്ങനെ ലൂയിസ് സ്ട്രക്ചർ വരച്ചാൽ നമുക്ക് ഫോർമൽ ചാർജ് കണക്കാക്കാൻ പറ്റും, മോളിക്യൂൾസിൻ്റെ റിയാക്ടിവിറ്റിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റും.
Lowest energy structure has the lowest formal charge. Lowest energy structure means the molecule is highly stable. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വയ്ക്കണം. ഒരു എക്സാമ്പിൾ നോക്കി വയ്ക്കണം. ഉണ്ടോ, ഒരു ഓക്സിജൻ പ്ലസ് ആണ്, ഒരു ഓക്സിജൻ മൈനസ് ആണ്. +1 -1 ഇത് 0 ആണ്. ഉണ്ടോ, അല്ലെങ്കിൽ തിരിച്ചു വരയ്ക്കാം കേട്ടോ. ഇത് +1, ഇത് -1, ഇത് 0 അല്ലേ. ഇപ്പോഴാണ് ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലായത്. ഈ ഓക്സിജൻ +1 ആണ്, ഇത് -1 ആണ്, ഇത് 0 ആണ്. 3 പേരും ഒരേപോലെയാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത് ലൂയിസ് സ്ട്രക്ചർ വരച്ചപ്പോൾ. അല്ല, 3 ആറ്റങ്ങളുടെ മനസ്ഥിതി എന്ന് പറഞ്ഞാൽ ചാർജും 3 തരത്തിലാണ്. അപ്പം അതുകൊണ്ട് ഓസോൺ മോളിക്യൂൾ റിയാക്റ്റീവ് ആണ്. ഇതിനെ ലൂയിസ് സ്ട്രക്ചർ വരച്ചാൽ നമുക്ക് ഫോർമൽ ചാർജ് കണക്കാക്കാം, മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് അഭിപ്രായം പറയാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.